ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫുഡ് എക്സ്പ്ലോറിംഗ് വീഡിയോ ആണ്. നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുന്നത് ICB എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഈ മാന്യത ടെക് പാർക്കിൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു സ്ഥലമാണത്. നാഗവര ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ICBയിലെ ഫുഡ് ട്രൈ ചെയ്യുന്നതും അവിടുത്തെ ആംബിയൻസും ഒക്കെ കാണുന്നതുമായിട്ടുള്ളൊരു കുട്ടി വീഡിയോ ആയിരിക്കും കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളിത് ഇൻട്രോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മളിതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗേറ്റിൽ ഇറങ്ങി ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്ലേസാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റിയ. ഫുള്ള് പച്ചപ്പ് നിറഞ്ഞിട്ട് രണ്ട് സൈഡിലും നിറച്ച് ചെടി വെച്ചൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം. അത് കഴിഞ്ഞ് നമ്മളത് നടന്ന് ഉള്ളിലേക്ക് എത്തി. ഇവർക്ക് മെയിനായിട്ട് രണ്ട് സ്ഥലമാണ് കേട്ടോ ഉള്ളത്. ഒന്ന് ഓപ്പൺ സ്പേസും ഒന്ന് അതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസും. അപ്പോൾ നമ്മൾ ഓപ്പൺ സ്പേസിലാണ് നമ്മൾ ഇരുന്നത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഇത് ഈ ഒരു ആംറിറ്റ് എന്നുള്ളൊരു മോക്ടെയിലായിരുന്നു. ഞാനിത് ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളുടെയും പേര് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. എല്ലാം ഞാൻ കറക്റ്റായി പ്രൊനൗൺസ് ചെയ്യണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ച മോക്ടെയിൽ ഒരു മാംഗോ ഫ്ലേവറിലൊരു മോക്ടെയിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സോൾട്ടഡ് ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദേ ഈ ഒരു പാപ്രിക്ക ഗ്രിൽഡ് ചിക്കൻ സാലഡും പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നെക്സ്റ്റ് പറഞ്ഞ സാധനം എത്തി. നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ചിക്കൻ ഗ്യോസ ആയിരുന്നു. ഇതൊരു ഡംപ്ലിംഗ് ഒക്കെ പോലെ ഒരു സിമിലർ ആയിട്ടുള്ള സാധനമാണ്. പാൻ ഫ്രൈഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതുവരെ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും നല്ലതായിരുന്നു. എസ്പെഷ്യലി എനിക്ക് എൻ്റെ മോക്ടെയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം കൂടി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒരുവിധം വയറൊക്കെ നിറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ മെയിൻ കോഴ്സായിട്ട് നമ്മൾ ഒരൊറ്റ ഐറ്റം പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഈ കാണുന്ന പാണ്ടിക്കറി വിത്ത് സന്നാസ് എന്നുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇത് ഗോവൻ, മാംഗ്ലൂരിയൻ, മഹാരാഷ്ട്രീയൻ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കുറച്ചൊരു ഫേമസ് ആയിട്ടുള്ളൊരു ക്യുസീനാണ് കേട്ടോ. നമ്മുടെ ഒരു ഇഡ്ഡലിയുടെ ഒരു സിമിലർ ടേസ്റ്റാണ് എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ പാണ്ടിക്കറി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കൂർഗ് ഭാഗത്തൊക്കെ കുറച്ചൊരു ഫേമസ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ പോർക്ക് കൊണ്ടാണ് ഇവരിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതും ആദ്യമായിട്ടായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റേത് കറക്റ്റ് ഒരു ഇഡ്ഡലി പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഡെസേർട്ടായിട്ട് പറഞ്ഞത് ഒരു ചീസ് കേക്കാണ്. ഒരു ചീസ് കേക്ക് വിത്ത് സ്ട്രോബെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഡ്രസ്ലിച്ചസ് കേക്ക് പാഴ്സലും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. ഒരു ഓപ്പൺ സ്പേസും ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഒരു ക്ലോസ്ഡ് സ്പേസും ഉണ്ട്. നമ്മൾ വന്നതൊരു സാറ്റർഡേ ഉച്ചയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് രാത്രി എന്തൊക്കെയോ അവിടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഒരു സ്റ്റേജൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തായാലും ഇഷ്ടം പോലെ സ്പേസൊക്കെ ഉണ്ട്. പിന്നെ അവരവിടെ ഓരോ കുഞ്ഞു ഫൗണ്ടെയിനും അങ്ങനത്തെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ കുറേ പച്ചപ്പും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് അവരിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ICBയിലെ ഒരു ലഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതൊരു ടാറ്റ ബൈ ബൈ, സീ യു.